നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പൊ വെൽക്കം ടു ദ ഫൈനൽ പാർട്ട് ഓഫ് അവർ ഊട്ടി വ്ലോഗ്സ്. ഊട്ടിയിൽ വരുന്ന എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള മെയിൻ സ്ഥലങ്ങളാണ് ഊട്ടിയിലെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും അതുപോലെ കൂനൂർ ടോയ് ട്രെയിൻ സ്റ്റേഷനൊക്കെ സന്ദർശിക്കുക എന്നുള്ളത്. നൈറ്റ് ഫുള്ള് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം വെട്ടമൊക്കെ വന്ന് നേരം പുലർന്നതിന് ശേഷം ആട്ടോ നമ്മൾ എണീറ്റത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഫുഡ്സ് എല്ലാം കഴിച്ചത്. ആൻഡ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഡോഡ ബെറ്റ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ചുറ്റും ഒന്ന് നടന്ന് കണ്ടോ. നമ്മളിവിടെ കേറുമ്പോ തന്നെ നമുക്ക് കയ്യിലിടാൻ ഇങ്ങനത്തെ ഒരു ടാഗ് തരും കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പുറകെ കാണിച്ചു തരാവേ. അത്യാവശ്യം ഒരു ഹിൽ ടോപ്പിൽ തന്നെയാണ് കേട്ടോ ഈ ഡോഡ ബെറ്റ ടീ ഫാക്ടറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു അടിപൊളി വ്യൂ ആട്ടോ കിട്ടുന്നത് ഊട്ടിയുടെ. ഈ സ്റ്റെപ്പ് എല്ലാം കയറി ഏറ്റവും മുകളിൽ എത്തുമ്പോഴാട്ടോ അവിടെയാണ് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും വരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ. ആൻഡ് ഇതുപോലെ ക്യൂ നിന്നിട്ട് വേണം കേട്ടോ നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് കയറാനായിട്ട്. എന്റെ ഓർമ്മയിൽ 20 രൂപ എന്തോ ആണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ആൻഡ് നമ്മൾ ഈ നടന്നു വരുന്ന വഴിയിലെല്ലാം QR കോഡ് കാണാം. അപ്പൊ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം എന്നാണെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. ഇനി അതല്ല ബൈ ക്യാഷ് ആണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഓഫ്ലൈൻ ടിക്കറ്റ്സും അവൈലബിൾ ആണ്. ടിക്കറ്റ് എല്ലാം കാണിച്ച് നമ്മൾ ആദ്യം കയറുന്നത് ടീ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഫ്രെയിമില് ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ചായയുടെ ഒരു ഫുൾ ഹിസ്റ്ററി തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സൈഡിലെ മിററിലൂടെ നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടീ ലീവ്സ് ഇങ്ങനെ കിടക്കുന്നതും കാണാം. ഫ്രഷ് ആയിട്ടുള്ള ടീ ലീവ്സ് പൗഡർ ആവുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രഷ് ടീ ലീവ്സിനെ കോരി ഇതുപോലൊരു മെഷീനിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ലീവ്സിനെ ഒന്ന് കറക്കി ഒന്ന് മെതിച്ചെടുത്ത ശേഷം അടുത്തൊരു പാസേജിലേക്ക് വിടും. പണ്ട് ഇതൊക്കെ എല്ലാവരും കൈവച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇപ്പൊ മെഷീൻ വന്നപ്പോ എന്ത് എളുപ്പമായി നോക്കിക്കേ. ഇങ്ങനെ ക്രഷ് ചെയ്ത് വിടുന്ന ഈ ലീവ്സ് താഴേക്കുള്ള ഒരു പാസേജിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് കാണാനായിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുവാണേ. താഴെ എത്തിക്കഴിയുമ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും കേട്ടോ. നമ്മൾ മുകളിൽ കണ്ട ആ ഒരു ഫ്രഷ് ലീവ്സ് ഒന്നും അല്ല താഴെ എത്തുന്നത്. നല്ലപോലെ ചതച്ച് മെതിച്ച് ഒരു പൗഡർ പോലെ ആയിരിക്കുന്ന ഒരു ലീവ്സ് ആട്ടോ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. ഈ ഒരു മെഷീനിലാട്ടോ ഇത്രയും പ്രോസസ്സ് ഒന്നിച്ച് ചെയ്യുന്നത്. ആ ക്രഷ് ആയിട്ട് വന്ന ലീവ്സിനെ ചതച്ച് അരച്ച് മെതിച്ച് ഒരു പൊടിയാക്കി മാറ്റിയെടുക്കുവാട്ടോ ഈ മെഷീൻ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ഇതുപോലത്തെ ഒരുപാട് മെഷീൻ വർക്ക്സ് ആട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഇലയിനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു തേയിലയാക്കി മാറ്റുന്ന പ്രോസസ്സ് ആക്ച്വലി ഇത്രയും വലുതാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ നടന്നതായി ഇവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഇല തേയിലയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഫൈനൽ മെഷീൻ വരുന്നത്. ഇതിൽ എക്സാക്ട് തേയില പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ മെഷീൻ തന്നെ ആ തേയിലേനെ പാക്ക് ചെയ്ത് കവറിലാക്കി സീൽ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ദ ഹോൾ ടീ പൗഡർ മേക്കിംഗ് പ്രോസസ്സ് വരുന്നത്. ഇതെല്ലാം കണ്ട് താഴെ എത്തുമ്പോൾ എല്ലാവർക്കും സാമ്പിൾ ടീയും കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും ടീ ഒക്കെ വാങ്ങി ആസ്വദിച്ച് കുടിച്ചിട്ടോ. അടിപൊളി ടീ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ടീ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി ഊട്ടി ടൗണിൽ നിന്ന് ടീ പൗഡർ വാങ്ങിയെങ്കിലും ഇവിടെ നിന്ന് വാങ്ങാതിരുന്നാൽ അതൊരു നഷ്ടമായാലോ എന്ന് ഓർത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങാന്ന് തീരുമാനിച്ചിട്ടോ. പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കുടിക്കുന്ന ചായയുടെ ടേസ്റ്റ് നമ്മൾ വാങ്ങുന്ന ടീ പൗഡർ വീട്ടിൽ പോയി തിളപ്പിച്ചാൽ ഉണ്ടാവില്ല എന്ന് പൊതുവേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞാനത് ട്രൈ ചെയ്ത് നോക്കി വീട്ടില്. ശരി തന്നെയാണെന്നാണ് എനിക്കും തോന്നിയത്. ഞാനും ആ ടീ പൗഡർ ഇട്ട് ഞാൻ ചായ വെച്ചിട്ട് പല രീതിയിൽ ട്രൈ ചെയ്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ.
ടാഗ് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡേ ഓൾറെഡി ജിഞ്ചർ ടീയും കാർഡമൺ ടീയും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടീ അല്ല, ടീ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് ടീ പൗഡർ വാങ്ങാന്നാട്ടോ കരുതുന്നത്. ഒരു സ്ട്രോങ് ടീ പൗഡർ മാത്രമാട്ടോ നമ്മൾ വാങ്ങിയത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കയ്യിൽ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പുറകെ പറയാന്ന്. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലെ ടാഗ് വെച്ചിട്ടാണ് അവർ ബില്ലടിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കയറിയ സമയത്ത് തന്നെ കയറുന്ന എല്ലാവർക്കും ടാഗ് കൊടുക്കുന്നത്. നമ്മൾ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ ടാഗ് വെച്ചിട്ട് അവര് ബില്ല് തരും. ആൻഡ് പേയ്മെന്റ് ചെയ്യാനായിട്ട് വേറെ കൗണ്ടേഴ്സ് ആണ്. നമ്മുടെ തലയിലിടുന്ന എന്തെങ്കിലും മിക്സ് ചെയ്ത് വെക്കണം. ആൻഡ് ഇത് കൂടാതെ ഇവിടുത്തെ നാച്ചുറൽ ഹെർബൽ സോപ്പ്, ഓയില്, അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെയിലുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതും വാങ്ങിയിട്ട് പോരാവുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് നേരെ കയറുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് 3-4 ചോക്ലേറ്റ് ബോൾസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നത്. ഇവിടത്തെ വ്യൂസ് എല്ലാം നമുക്കൊരു ഗ്ലാസ്സിലൂടെ ആട്ടോ കാണാൻ പറ്റുന്നത്. ഗ്ലാസ് ക്യാബിൻസിന്റെ അകത്താണ് ഈ വർക്കിംഗ് എല്ലാം നടക്കുന്നത്. ചോക്ലേറ്റ് ഉരുക്കുന്നതും അതിനിങ്ങനെ ബോൾസ് ആക്കുന്നതും ചോക്ലേറ്റ് പീസസ് ആക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റിയായിരുന്നേ. നമ്മൾ ടീ പൗഡർ ഉണ്ടാക്കുന്നത് കണ്ടത് ഫുൾ മെഷീൻ വർക്ക് ആണെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെയല്ല, പകുതി മെഷീനും പകുതി ഹാൻഡ് വർക്കും അങ്ങനെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അത്യാവശ്യം കോരിയിടാനും അതുപോലെ അതിനെ മെൽറ്റ് ചെയ്യിക്കാനും അതിനെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ഫുൾ മെഷീൻ വർക്ക് അല്ല ചോക്ലേറ്റ് ഉണ്ടാക്കല്, ടീ പൗഡർ ഉണ്ടാക്കിയത് കണ്ടതുപോലെ. നമ്മൾ ടീ പൗഡർ വാങ്ങിയതുപോലെ തന്നെ ഇവിടെ നിന്ന് പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സും നമുക്ക് വാങ്ങാൻ കഴിയും കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ്സ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ്സ് ആണെങ്കിലും ഇപ്പൊ ബോൾസ് പോലത്തെ മിഠായികളൊക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയുവേ. ആൽമണ്ട് നട്ട്സ് വേണം. ഇവിടെയും ബില്ലിംഗ് സെയിം തന്നെയാണ്. നമ്മുടെ ടാഗ് കാണിച്ചാണ് നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കുന്നത്. ടാഗിൽ ബാർകോഡ് വെച്ചിട്ടാണ് അവർ ബില്ല് ചെയ്യുന്നത് കേട്ടോ. അവിടെ ബില്ല് ചെയ്ത് പേയ്മെന്റ് ചെയ്ത ശേഷം നമുക്ക് ബില്ല് തന്നുവിടും. നമ്മൾ എന്നിട്ട് ഐറ്റംസ് കളക്ട് ചെയ്യേണ്ടത് താഴെ ഇറങ്ങിയ ശേഷം കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമുക്ക് ഐറ്റംസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഈ കൗണ്ടറിന് ചുറ്റും ഒരുപാട് സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ. ലൈക്ക് ഡ്രസ്സിനാണേലും അതുപോലെ ഫാൻസി ഐറ്റംസിനാണേലും പേഴ്സ്, ബെൽറ്റ്, ചീപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ, ഓരോ സ്റ്റോളുകളായിട്ട്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് അതും വാങ്ങാവുന്നതാണ് കേട്ടോ. ആൻഡ് അതെല്ലാം കണ്ട് നല്ല ഹാപ്പി ആയിട്ടാട്ടോ നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഞാനാണെങ്കിലും ആദ്യമായിട്ടാണ് ഊട്ടിയിൽ വരുന്നതും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നതും. ആൻഡ് നമ്മൾ വന്ന അതേപോലത്തെ ഒരു ബ്രിഡ്ജിൽ കൂടി തന്നെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ താഴെ എത്തി നമ്മൾ നേരെ ഈഗിൾസ് ഡെയറിലേക്കാണ് കേട്ടോ കയറിയത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈഗിൾസ് ഡെയറിന്റെ ഒരു കഫേയും കാണാം. അങ്ങനെ കഫേയിൽ നമ്മൾ സ്നാക്സും ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വാങ്ങിയ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ. ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കില്ലായിരുന്നെങ്കിലും ചെയ്യാനായിട്ട് ക്യൂ നിൽക്കുന്നവിടെ നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാൻ നിന്നില്ല. നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി നമുക്ക് കൂനൂരേക്കാണ് കേട്ടോ പോകാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ നമ്മളവിടെ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്. ഇന്നലെ നമ്മൾ നല്ല ലാഭമാണെന്ന് കരുതി വാങ്ങിയ ഊട്ടിപ്പൂവിന് ഇവിടെ 20 രൂപയുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. അത് കണ്ടപ്പോൾ എന്നാൽ കുറച്ചുകൂടി വാങ്ങാന്ന് കരുതിയിട്ട് നമ്മൾ കുറേ ഊട്ടിപ്പൂ വാങ്ങിയിട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ ഞാൻ കുറേ കെട്ട് ഊട്ടിപ്പൂ വാങ്ങിയിട്ടോ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഇവർ പറഞ്ഞത് എത്ര
നാളായാലും ഇത് ഇരുന്നോളും, വാടിപ്പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ വാങ്ങി കേട്ടോ. കുറേ വാങ്ങി പിന്നെ ആ പൂ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ കളഞ്ഞു. ആൻഡ് എൻ്റെ കയ്യിൽ ഇത്രയും പൂ ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ വന്ന കുറേ ടൂറിസ്റ്റേഴ്സ് ആ പൂ വാങ്ങി കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങി. ബിങ്കോ രണ്ടെണ്ണം ഇത് മതി. ഇതല്ലേ രണ്ടു ഒരെണ്ണം പൊട്ടിക്ക്. നല്ല കാറ്റുണ്ടല്ലോ നമ്മുടെ അവിടെ തന്നെക്കാരും. പിന്നെ നമ്മൾ പോണ വഴിയിൽ ഒരു കടയിൽ കയറി ചായയും ബ്രെഡ് ഓംലെറ്റും ബിങ്കോ ഒക്കെ കഴിച്ച് അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ. ഊട്ടി ടൗണിൽ നിന്ന് പതുക്കെ വിട പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇനി കൂനൂരേക്കാണ്. കൂനൂര് ടോയ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത്. കറക്റ്റ് നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ വന്നിട്ടോ. പിന്നെ ആ ട്രെയിൻ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തിയ ശേഷം എല്ലാവരും അവിടെ ഇവിടേക്ക് നിന്നായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ. ചറ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തേ. ഇതാണ് കേട്ടോ ട്രെയിനിന്റെ ഇന്റീരിയർ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എസ്തെറ്റിക് വൈബാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ നമുക്ക് കയറുന്നതിൽ പ്രശ്നമില്ല. നിർത്തിയിട്ട സമയത്ത് നമുക്ക് കയറി ഫോട്ടോസ് എടുക്കാം. ആരും റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നേ. അപ്പോൾ ഇതാണ് ഊട്ടിയിലെ മെയിൻ അട്രാക്ഷനിൽ ഒന്നായിട്ടുള്ള കൂനൂർ ടോയ് ട്രെയിൻ സ്റ്റേഷൻ കേട്ടോ. ടോയ് ട്രെയിൻ എന്ന് പറയുമെങ്കിലും നോർമൽ നമ്മുടെ വർക്കിംഗ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഇതാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം വരുന്നത്. ആൻഡ് എല്ലാ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ നമ്മുടെ നോർമൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാട്ടോ ഇവിടെ പ്രവർത്തിക്കുന്നത് സ്റ്റേഷൻ. പിന്നെ ഈ സ്റ്റേഷന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ട്രെയിനിന്റെ എഞ്ചിൻ മാറുന്നതും ഇവിടെ നിന്നാണ്. മേട്ടുപ്പാളയത്തിൽ നിന്ന് കൂനൂർ വരെ സ്റ്റീം എഞ്ചിൻ, അതായത് കൽക്കരി എഞ്ചിനും പിന്നീട് കുനൂർ എന്ന ഊട്ടി വരെ ഡീസൽ എഞ്ചിനിലുമാണ് ട്രെയിൻ ഓടുന്നത്. ഈ കൂനൂർ സ്റ്റേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് 100 വർഷത്തിന് മേലെയാണ് ഈ സ്റ്റേഷന്റെ പഴക്കം വരുന്നത്. ഇതുവഴി ഓടുന്ന ഈ ടോയ് ട്രെയിന് 100 വർഷത്തിന് മേലെ പഴക്കമുണ്ടെന്ന് മാത്രമല്ല യുനെസ്കോയുടെ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. ആൻഡ് ഇവിടുത്തെ ട്രാക്കിന്റെ പ്രത്യേകത എന്തെന്നാൽ റാക്ക് ആൻഡ് പിനിയൻ കൈൻഡ് ഓഫ് ട്രാക്സ് ആണ് ഇവിടെ വരുന്നത്. കുത്തനെയുള്ള മലകൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലെ ട്രാക്ക് പണിതിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ കൂനൂര് മാത്രമാണ് ഈ രീതിയിലുള്ള ട്രാക്കും ഈ രീതിയിലുള്ള ട്രെയിനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാട്ടോ ഊട്ടി ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ വെയിറ്റിംഗ് ഏരിയയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയും. പിന്നെ സൈഡിലായിട്ട് ഒരു സ്നാക്സ് കൗണ്ടറൊക്കെ കാണാം കേട്ടോ. സ്നാക്സ് കൗണ്ടറോ അങ്ങനെ ഒരു കഫേ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതില് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ട്രെയിനിന്റെ ടൈമും കാര്യങ്ങളും എല്ലാം നോർമൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടേ. ആൻഡ് ഇതാണ് കേട്ടോ ദ ഔട്ട്സൈഡ് വ്യൂ ഓഫ് ദി സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയും നോർമൽ ഫോട്ടോസും എല്ലാം എടുത്ത് വീഡിയോസൊക്കെ എടുത്ത ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണേ.
ഇതൊരു ഹൈദരാബാദി ബിരിയാണി റെസ്റ്റോറന്റ് ആട്ടോ. ഇവിടുന്ന് ഹൈദരാബാദി ബിരിയാണിയാണ് എല്ലാവരും കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. സ്റ്റേഷനോട് നിയറസ്റ്റ് ആയിട്ട് തന്നെയാട്ടോ ഈ ഹോട്ടലിൽ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് വരുന്നത്, HBH ഹൈദരാബാദി ബിരിയാണി ഹൗസ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ കൂനൂർ സൈഡ് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിൽ വലിയ തരക്കേടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളി ഒരു വഴിയിലൂടെ ആയിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നമ്മൾ തിരിച്ചു വരാനായിട്ട്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ഇൻ ഊട്ടി. പിന്നെ തിരിച്ച് പാലക്കാട് എത്തി ലുലുവിന് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാട്ടോ നൈറ്റ് ഡിന്നർ കഴിച്ചത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ ഊട്ടി വ്ലോഗ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പാർട്സ് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എന്തായാലും ഒന്ന് പോയി കാണണേ. ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.